എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മസ്കറ്റിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തപ്പെടാവുന്ന സൗത്ത് അൽ ബാത്തിനയിലെ വാദി അൽ മാവൽ വിലായത്തിലുള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് വാക്ക്വേ ആണ്. ഹജ്രത്ത് അൽ ഷെയ്ഖ് വാക്ക്വേ. ഹജ്രത്ത് അൽ ഷെയ്ഖ് വില്ലേജിനെയും ബൈത്തൽ ഖസബ് മ്യൂസിയത്തെയും കണക്ട് ചെയ്യുന്ന അതിമനോഹരമായ ഒരു വാക്ക്വേ. ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ വാക്ക്വേ ഒരു ട്രഡീഷണൽ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോയാലോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള ഒരു വില്ലേജാണിത്. വില്ലേജിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുവാൻ ശ്രമിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. വാക്ക്വേയുടെ ഇരുവശത്തും മുഴുവനായിട്ടും കൃഷിസ്ഥലങ്ങളാണ്. മുഴുവൻ പച്ചപ്പുകളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഈന്തപ്പനകൾ, ഓറഞ്ച് തോട്ടം, വാഴത്തോട്ടം, ഇങ്ങനെ എല്ലാ കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരം നടക്കുവാനുണ്ട്. ഈ വാക്ക് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും കല്ലുകൾ നിർമ്മിച്ചിട്ടാണ്. കല്ലുകൾ പാകിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര കുളിർമയായിരിക്കും ഇത് കാണുമ്പോൾ. നമുക്ക് വിദേശങ്ങളിൽ ഗൾഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഡ്രൈ ആയിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കുമല്ലോ കൂടുതൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു മനസ്സിനൊരു സന്തോഷവും എന്തൊക്കെയോ കിട്ടും. ഒരു കുളിർമയാണല്ലേ, നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു പച്ചപ്പാണ് മുഴുവനായിട്ടും. കൃഷിസ്ഥലങ്ങളുണ്ട്, ഗോതമ്പുണ്ട്, നെല്ലുണ്ട്, ചോളമുണ്ട്, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ മുഴുവനായിട്ടും. ഈ വാക്ക്വേയുടെ ഒരു വശത്തായിട്ട് വലതുവശത്തായിട്ട് വെള്ളം പോകുന്ന ചാലുകൾ കാണാം. അതിനാണ് ഈ ഫലജ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കൃഷിസ്ഥലത്തൊക്കെ വെള്ളം കൊണ്ടുപോകുന്നത് ഈ ഒരു ട്രഡീഷണൽ രീതി വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ പൈപ്പിലേക്ക് അടിച്ച് കൊണ്ടുപോകുന്ന മാതിരിയല്ല. ഇവിടെ ഇങ്ങനെ ചാലുകൾ ഉണ്ടാക്കി എല്ലാ ഭാഗത്തേക്കും ചാലുകളുണ്ടാവും. അപ്പോൾ വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ ഓരോ ഭാഗത്തും ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ മാറി മാറി പോകും. കുറച്ച് സമയം ഒരു ഭാഗത്തേക്ക് പോകും, പിന്നെ ആ ബ്ലോക്ക് മാറ്റി വേറൊരു സൈഡിലേക്ക് മാറ്റും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പേര് വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇത്. ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഞാൻ കുറച്ച് നേരത്തെയാണ് പോയത്, അതുകൊണ്ട് കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നേ ഞാനൊരു ഈവനിങ് ടൈം വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകളൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. ഒരു അടിപൊളി പ്ലേസാണ്. പീസ് ഓഫ് മൈൻഡ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ലൊരു പ്ലേസാണ്. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ജോലി പ്രഷറിൻ്റെ നടുക്കൊക്കെ വീക്കെൻഡ്സൊക്കെ കിട്ടും. 2 ദിവസം കിട്ടുമ്പോൾ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നത് കാണാം.
ഇവിടെ സൈഡിലായിട്ടൊക്കെ കോഫി ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തുറന്നിട്ടില്ല, കുറച്ച് ഈവനിങ് ആകുമ്പോൾ അത് തുറക്കും. അങ്ങനെ ഒരുപാട് കോഫി ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഫലജ് വഴി വെള്ളം വരുന്നത് കണ്ടോ? നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ വെള്ളം വരുന്ന സ്ഥലം ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നില്ലേ? അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അവിടെ കിണറുണ്ടാവുമായിരിക്കും, പമ്പ് ചെയ്യുന്നതാണ്. അവിടെ നിന്നാണ് ഇതിങ്ങോട്ട് വരുന്നത്. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. ഇതിൻ്റെ റിനോവേഷൻ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഇതവിടെ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ചായ, കാപ്പി ഇങ്ങനെയെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. വേണ്ട കാശ് അതിലിട്ടാൽ മതി. നമ്മൾ അവിടെ കാശ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ തന്നെ നമ്മൾ ആ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മതി. ഇതിൻ്റെ ഉള്ളോട്ട് കിടക്കുമ്പോൾ ഈ രണ്ട് ഭാഗത്തും കാണുന്നതാണ് ഓറഞ്ച് ചെടികൾ. ഒരുപാട് ഓറഞ്ച് താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. മുകളിലും കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ എടുത്തിരുന്നു. നിലത്തൊക്കെ ഒരുപാട് വീണിട്ടുണ്ട് ഓറഞ്ച്. ഇതിൻ്റെ മുകളിലൊരു ഓറഞ്ച് ഉണ്ട് പഴുത്ത് കിടക്കുന്നത്. അങ്ങനെ 1.5 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഏകദേശം അവസാന ഭാഗത്തെത്തി.
ഇവിടെ ഒരു കോട്ടയുടെ ചുറ്റുമതിലും, പഴയൊരു കോട്ടയും അതിൻ്റെ ചുറ്റുമതിൽ, അതിൻ്റെ കവാടം എല്ലാം കാണാം. ഇവിടെയാണ് ബൈത്തൽ ഗഷം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ മ്യൂസിയത്തെയും വില്ലേജിനെയും കണക്ട് ചെയ്യുന്ന ഒരു വാക്ക് വേ ആണിത്. ഇതവിടെ ബോർഡൊക്കെ ഉണ്ട്, ബൈത്തൽ ഗഷം മ്യൂസിയം. കുറച്ച് അങ്ങോട്ടാണത്, ഞാൻ അങ്ങോട്ട് പോയില്ല. അവിടെ ഞാൻ തിരിച്ചിങ്ങോട്ടൊക്കെ തന്നെ വരുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഏകദേശം ഈവനിങ് ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. നല്ല നെൽക്കതിരുകൾക്കുള്ളിലൂടെയൊക്കെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ഒരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നെല്ലാണോ ചോളമാണോ ഗോതമ്പാണോ എന്ന് അറിയില്ല, ഏതായാലും നെല്ലെല്ലാം തോന്നുന്നു. നല്ലൊരു വൈബായിരുന്നു ഈവനിങ്. സൂര്യൻ്റെ പ്രകാശം ഈന്തപ്പനകൾക്കിടയിലൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ തിരിച്ച് പുറത്തെത്തി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.